നമ്മൾ NSSന്റെ 7th day ക്യാമ്പ് തുടങ്ങാൻ പോവാണ്. ഇന്ന് മുതൽ ഫ്രണ്ട്ലി വലിയ പുള്ളിയാ. മേത്തൊക്കെ കാല് വെച്ച് കിടന്ന് ഉറങ്ങത്തുള്ളൂ. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. കുറെ പേര് അവിടെ ഇവിടെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. എല്ലാരും കാണിച്ചു തരാം. നമ്മളിപ്പം മാന്താടി എത്തിയിരിക്കുകയാണ്. സുരാ, ശ്രീജിത്ത്, ഗൗതം മുതലായ അജയ് മുതലായ ഗ്യാങ് എല്ലാം നമുക്ക് അവിടെ വെച്ച് അവരൊക്കെ വലിയ പുള്ളികൾ. അവർ നേരെ അങ്ങോട്ടേക്ക് എത്തുന്നുള്ളൂ. അങ്ങോട്ടേക്ക് വരപ്പോഴേക്കാണ് മഴ കൂടിയുണ്ടോ? അടുത്തിരുന്നോ? ഞാനതറിയത്തില്ല. പക്ഷേ നമുക്ക് മഴ ഇഷ്ടമായതുകൊണ്ടും പനി ഉള്ളത് കൊണ്ടും അത് കൂട്ടാൻ വേണ്ടി നമുക്ക് മഴ നനയാൻ കഴിയും. അടുത്ത സ്പോട്ടിലെത്തുമ്പോൾ കാണാം. വേറെ പനി വാളുമെന്നാണ് തോന്നുന്നത്. പനി, ജലദോഷം എല്ലാം ഉണ്ട്. ഞങ്ങളെ കണ്ടത് മനസ്സിലാവും. കണ്ടു മനസ്സിലാവും. മൂക്ക് കാണിക്കില്ലേ? കണ്ടു കാണിച്ചോളൂ. ഇവിടെ ബ്ലോക്കാണ്. ഇതൊക്കെ വീഡിയോ അത് പറയാതെ എനിക്ക് കട്ട് ചെയ്ത് ഇടാൻ പറ്റത്തില്ല. ഓ ഗോപിക്ക് രാവിലെ തന്നെ കമത്തണത്ത് തിരിഞ്ഞു നന്നായി കൂടെ. ഇത് 7th day ആണ്. അപ്പൊ 7 ദിവസത്തേക്ക് നമ്മൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതൊന്നും. അപ്പൊ നിനക്ക് കൈയൊക്കെ വിറക്കിയോ? ഹായ് രാധയുടെ ഹായ്. രാധയോടാണ് ഹായ് കാണിക്കുന്നത്. അവൻ രാധയുടെ ഒരു ക്ലിപ്പ് ഞാൻ ഇതില് ആഡ് ചെയ്യുന്നതാണ്. അതൊക്കെയുള്ള സാധനമാണ്. അത് കഴിഞ്ഞാ പിന്നെ അത് കഴിഞ്ഞാ പിന്നെ നിന്നെ ഞാൻ എവിടെ കണ്ടത് സ്പോട്ട് ചെയ്യും. പക്ഷെ നിന്റെ ഒറിജിനൽ പേര് ഞാൻ മറന്നു. അവന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ സൂപ്പറാട്ടോ. ഭയങ്കര അവന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണോ? അവളുടെ നോട്ടകടം എനിക്ക് മനസ്സിലായി. അവ ഞാൻ പറഞ്ഞേ. ഓക്കെ ഗൈസ്, അടുത്ത സ്പോട്ടിൽ വരാം. ടാറ്റാ. അതേട്ടോ അന്നു പോസ്. എടി എമിൽ എന്തിയടി? ആണോ? എന്റെ ലഗേജ് ഭയങ്കര വലുതാണ്. ഹലോ. നല്ല ലേഡി. നിങ്ങളവിടെ നിൽക്കട്ടെ, നമുക്ക് പോവാം. അമൃതേ, ആർ യു എക്സൈറ്റഡ്? എന്തിന്? എന്നാലും എടുക്കുന്ന പണിക്ക് അഭിമാനം ഉണ്ടല്ലോ. ഇതുണ്ടോ എന്റെ കയ്യിലെ ലഗേജ്? എന്റെ കയ്യിൽ കുറെ സാധനങ്ങൾ. ബെഡ്, തലവെണ്ണ, ഒരു വലിയ ബാഗ് പുറകില്. വന്നപ്പോഴേ സ്പോട്ടഡ് ആനപ്പിണ്ടം അല്ലല്ലോ. അതാ പറഞ്ഞേ, വന്നപ്പോഴേ സ്പോട്ടഡ്. ആരാ അത്? ഹായ് ഗായ്സ്. നിങ്ങളാ? അവരൊക്കെ ഭയങ്കര കൃത്യനിഷ്ഠതയുള്ള പിള്ളേര്. കയറിയപ്പോ വളരെ വിശാലമായൊരു സ്കൂൾ. ഓ സ്റ്റിൽ ഗോയിങ്, നടക്കുന്നു. കഥ പറയുന്നു ഗൈസ്. അമൃതേ, എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഏതോ മാമന്റെ കാർ, വിശാലമായ ഒരു മരം, വിജൃംഭിച്ച് കിടക്കുന്ന കെട്ടിടം, അതിൽ നമ്മളൊരു 10-60 പിള്ളേർ മാത്രം. താഴെയാണ് ബോയ്സ്, മേളിലാണ് ഞങ്ങൾ ഗേൾസ്. ഓക്കെ ബൈ, പിന്നെ കാണാം. നമ്മൾ ഒരു നിലയും കൂടെ കയറി 3ാമത്തെ ഫ്ലോറിലാണ് ഇപ്പോൾ. ഇവിടെ ലാബുണ്ട്. ാണേ സൂത്രം കാണിച്ചു തരാം. നോക്കൂ, എന്താ ഇത്? ലിപ്സ്റ്റിക് എവ്രിവെയർ. മിറർ കാണുമ്പോൾ ചിരിക്കണ്ടേ? എന്താണ്? കൊറേ ഉമ്മകൾ. എടി ഇത് ചുണ്ട് വെച്ച് ഉമ്മ വെച്ചതായിരിക്കും അല്ലേ?
എന്റെ പിള്ളേര് നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്ന ടോയ്ലറ്റിലൊക്കെ വെച്ച് ലിപ്സ്റ്റിക് ചുമ്മാക്കാൻ സത്യം. ഇത്രയും ചെക്കന്മാരെ കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ? എന്തായാലും കൊറേ എന്താ ഇങ്ങനൊക്കെ അല്ലേ ഞങ്ങളുടെ കോളേജ് ഇങ്ങനൊന്നും അല്ല കേട്ടോ. ഓ ഇത് സ്കൂളല്ലേ, സ്കൂൾ പിള്ളേർ, മെച്ചുവേർഡ് അല്ലാത്ത കുട്ടി പിള്ളേർ. നമുക്ക് അടുത്ത ഇതിൽ കാണാം. ഓക്കെ ബൈ. ഞാനും വിചാരിച്ചു അങ്ങനെയാന്ന്. ഗൈസ് നമ്മൾ വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. ഇവിടെ ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്തു. ഇവിടെ ഒരു വൃത്തിയായിട്ട് ബബിൾക്കം, ഉമ്മയും ബബിൾക്കം, വഷളന്മാരും വഷളത്തുകളും. ഈ ബബിൾക്കം കളയാൻ ഞാൻ തന്നെ വരേണ്ടി വന്നു. ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു. നീ എവിടുത്തെ കാര്യ? കൊല്ലത്തുനിന്ന് പോച്ച എന്നൊക്കെ പറയുന്നേ. പോർഷ എനിക്ക് ഓർമ്മ വന്നു. ആ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പുല്ലിന് പറയുന്നതെന്ന് കമന്റ് ബിലോ. പുല്ലിന് എന്താ കുഴപ്പം? പുല്ല് ആ സാധനാണോ? അയ്യോ ഗൗരിയുടെ അടുത്ത് എനിക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വേണം. ഗൗരി വായ തുറക്കൂ. എടി കല്യാണത്തിന് എന്നാ നിന്റെ നാട്ടിൽ പറയുന്നേ? കോപ്പ. അതെന്താണ് ചത്തി കിടക്കുന്നത്? ചോദിച്ചു തുടങ്ങി അപ്പൊ മനസ്സിലാവും എന്താ ഓരോരുത്തരുടെ നാട്ടിൽ പറയുന്നത്. നിന്റെ നാട്ടിലെ കല്യാണത്തിന് എന്തെന്നാ പറയാ? ആണോ? നിങ്ങളുടെ ആരുടെയും നാട്ടില് വേറെന്തേലും പറയോ കല്യാണത്തിന്? കെട്ടോ? അയ്യോ ആർക്കും അറിയാത്ത ഡയലോഗാണല്ലോ. ഒന്ന് പോയത് മംഗലശ്ശേരി. അതെ എടി നിക്കാഹും കല്യാണം രണ്ടാടി അവർക്ക്. അല്ലേ ഓല എന്തോ സാധനം കൊണ്ടുപോയി കയ്യിൽ മാല എടുത്ത് വേറെ കല്യാണം വേറെ. തുള്ളിച്ചാടി എന്ന് പറഞ്ഞേ ഓൾ തുള്ളി എന്ന് വെച്ചാൽ ഓൾ അപ്പുറത്തേക്ക് തുള്ളി ചാടി. നിങ്ങളെന്താ മീനിങ് പറഞ്ഞ് കളിക്കണോ? എന്താ വേറെ എന്തെങ്കിലും വെറൈറ്റി വേർഡ് പറയണം? ചോയ്ക്ക്. നിങ്ങൾക്കല്ലേ അറിയാതെ? വെല്ലം. വെല്ലയോ? അല്ലേ വെല്ലം വെല്ലം. ഷോപ്പിൽ പോവാ. പീടി. ചന്തയില്ല. കൂട്. കൂടി എന്നാ പറയുന്നത്? സഞ്ചി. അത് നല്ല വേടാടി കേക്കാൻ. കോപ്പ് പോലെ പഞ്ചുള്ള ഒരു സാധനം പറ. പശു. പശു എന്താ പറയാ? പയ്യോ. റീച്ചാക്കണെങ്കിൽ നമ്മളോട് പറഞ്ഞത് നമ്മള് റീച്ചാക്കി. ഞമ്മള് അലമ്പിക്ക് എന്നാ പറയുന്നത്? സ്പൈഡറിന് എന്നാ പറയുന്നത്? വണ്ണാൻ. അണ്ണാനെന്നൊക്കെ പറയുന്ന പോലെ. കോനായി കാഞ്ഞാനിയോ? ഡേവിഡ് കാഞ്ഞാനി. ഡേവിഡ് കോലായി എന്ന് പോലെ കോനായില്ല. മാട്ടേതല്ലേ? ഇതാ മാട്ട അടിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? മാട്ട സാധനം. അത് പാട്ടില്ലേ? മാട്ട മറ്റേ മതിലല്ലോ. എന്താത് ഏതുള്ളിയാണ് നിങ്ങൾ ഇടാറ്? സവാളയാണോ കൊച്ചുള്ളിയാണോ? സവാള. കുഞ്ഞുള്ളി കുറച്ചിട്ടില്ല. അപ്പൊ മറ്റേ നൂല് പോലെ എങ്ങനെ വരും? അത് കുറച്ച് സവാള, അതിന്റെ കൂടെ കുഞ്ഞുള്ളി ഉണ്ട്. ആണ്. ഓ ട്രിക്കായിരിക്കും. കുഞ്ഞുള്ളി ഉണ്ട്. ഞങ്ങളുടെ നാട്ടില് സവാള മാത്രമേ ഇടാറുള്ളൂ. കുഞ്ഞുള്ളി ഉണ്ട് കാര്യമായിട്ട്.
കേട്ടിട്ടില്ല. ഞാൻ ഇന്നലെ കേട്ടിട്ടില്ല. ഉണ്ടാക്കിയാലും നമ്മൾ ഇന്നേ വരെ കുഞ്ഞുള്ളി ഇട്ടിട്ടുണ്ടായി. ഇല്ല, കുഞ്ഞുള്ളി സവോള ഉണ്ട്. കുഞ്ഞുള്ളി സവോള കുഞ്ഞുള്ളി മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ നീ? കുഞ്ഞുള്ളി അല്ല, കുഞ്ഞുള്ളിയുടെ സവോള ഉണ്ട്, രണ്ടും ഉണ്ട്. വെളുത്തുള്ളി ഞാൻ അറിയത്തില്ലെന്ന് ഗൈസ്, ഇവക്ക് അറിയത്തില്ല ഗൈസ്. എന്നെ അതിന് പപ്പളങ്ങ ഞങ്ങള് പറയുന്നത്. ഈ ആലപ്പുഴയിലുള്ള ചില പിള്ളേര് മറ്റേ പപ്പരക്കെന്ന് പറയും. അല്ലേ? വാട്ടർമെലൺ, തണ്ണിമത്തൻ, പെര, പുര, പുരാന്നല്ലേ? പെരാന്നാണോ? അങ്ങട് അങ്ങട് ഇങ്ങടെ വീട്. കയറി താമസം, കയറി താമസം, കയറി താമസം, ഹൗസ് വാമിങ്, അത് മതി. പാല് വേറെ സാധനം ഇല്ലായിരുന്നു. എനിക്ക് ഗൗരിക്ക് ഇത് പോയാ മറ്റേ ഈ പെണ്ണുകാണ് അല്ല, കല്യാണം കഴിച്ചിട്ട് നമ്മൾ വിളക്ക് കുറിച്ച് കയറുന്ന എന്ത് പറയത്തില്ല. നിങ്ങൾ എന്തോ പറയുന്നേ? അടുക്കള കാണാൻ പോകുന്നത്. പോവാ നീ എവിടുത്തെ വരിക? എന്നിട്ടാണ് അടുക്കള കാണാൻ പോകുന്നത്. ചിലപ്പോ ഞാൻ കാണാൻ പോയിട്ടില്ല, ചിലപ്പോ അതുകൊണ്ടായിരിക്കും എനിക്ക് അറിയാത്ത. ആണോ? എടി കെട്ടിക്കഴിഞ്ഞല്ലേ വിളക്ക് പിടിച്ച് കയറണേ? എന്നിട്ട് നേരെ അടുക്കളയിലോട്ടാണോ പോണേ? പെണ്ണ് കാണാൻ വരത്തില്ലേ? അപ്പം ചെറുക്കന്റെ വീട്ടിലോട്ട് പോകും. അവിടെ പോയി അടുക്കള, ആ വീടും പരിസരമൊക്കെ കാണും. അങ്ങനെ അവിടെ ഇല്ലാത്ത സാധനങ്ങളാണ് ശ്രീധനായിട്ട് കൊടുക്കുന്നത്. ഇല്ലാത്ത സാധനങ്ങളോ? അപ്പൊ അവിടെ എല്ലാം ഉള്ളത് നോക്കി കിട്ടിയാ പോലെ. ശ്രീധരൻ കൊടുക്കണ്ടല്ലോ. പെണ്ണ് കാണാൻ പോയി നമ്മള് കല്യാണം ഉറപ്പിച്ച്, കല്യാണം അത്തിന്റെ അന്നില്ലേ, അന്ന് പിറ്റേന്ന് കല്യാണത്തിന്റെ അന്ന് നമ്മളിപ്പോ ചെക്കന്റെ വീട്ടുകാർ രാവിലെ പുടവെക്കാൻ പോകും. പുടവ കൊടുക്കാൻ പോകുന്ന പരിപാടി അല്ലെ? നമ്മക്ക് ഇപ്പൊ പണ്ടെല്ലാം നിങ്ങൾക്ക് വേറൊരു പരിപാടിയില്ലേ, ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് കാണാൻ വരുന്നത്? അതെപ്പോഴാ? മറ്റേ മധുരം, ലഡു, ജിലേബി. അവിടെ സമ്പ്രദായം ഇപ്പൊ കല്യാണം കഴിക്കാൻ പെമ്പിള്ളറിപ്പോ കല്യാണം ഐഫോണാണോ കല്യാണം കഴിച്ചേ? കാരണം ചെക്കൻ കൊടുക്കുന്ന ഇപ്പൊ ഐഫോണാ. ഐഫോണ് മുട്ടായി ഇട്ടിട്ട് ഏതെങ്കിലും ചെക്കനുണ്ടോ? ഏതെങ്കിലും ചെക്കനുണ്ടോ? ഒരു പ്രൊമാക്സ് അങ്ങനെയുള്ള ചെക്കന്മാരുണ്ടെങ്കിൽ താഴെ കമന്റ് ബിലോ പ്ലീസ്. കോഴിക്കോട് കുന്നിന്റെ മല സൺസെറ്റ്. അതൊക്കെ വേണം നിനക്ക്. എന്നാലും കിട്ടുള്ളൂ. കോഴിക്കോട് മസ്റ്റാണ്. നല്ല ചെക്കനെ കിട്ടൂ കേട്ടോ, പേടിക്കണ്ട. നല്ല ചെക്കനെ കിട്ടും. എന്നിട്ട് അതെടുത്ത് കല്യാണത്തിന് മഴ നിന്റെ കല്യാണത്തിനല്ലല്ലോ, അത് വേറൊരു കല്യാണത്തിനല്ലേ. വർക്കിംഗ് ഓൺ പ്രോഗ്രസ്. ഗൈസ് വി ആർ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. എന്തോ കട്ടപ്പുറത്ത് കയറി നിൽക്കണ പോലെ ഉണ്ട്. എന്ത് ഈ ചെരുപ്പിടുമ്പോ? അത് കട്ടപ്പുറത്തല്ലേ നിൽക്കണേ, അതുകൊണ്ട് ആ വ്ളോഗ്. ഇതാണ് കൂട്ടത്തിലെ വെറൈറ്റി ഭാഷകൾ സംസാരിക്കുന്ന എവിടെ പോവാന്നറിയോ? എവിടെ പോവാക്കെ കാണാൻ വേണ്ടി പോവാണ്. ആൽമരം. ഇത് ആൽമരാണോ? എടി ആൽമരത്തിന്റെ ചോട്ടിലല്ലേ പ്രേതം വരണേ? അപ്പൊ ആൽമരം. അപ്പൊ ഈ ആൽമരം ഇവിടെ തണൽ കിട്ടും ഗൈസ്. കണ്ടു ഗൈസ്, ഇവിടെയാണ് തണൽ കിട്ടുന്നത്.
നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അയ്യേ കോമഡി സത്യം. ഇത് മറ്റേ സംഭവം ഗൈസ്. അത് പ്രൈം മിനിസ്റ്റർ നിൽക്കുന്ന ഭാഗം. അവിടെയാണ് ധവൻ കയറി നിൽക്കുന്നത്. നമുക്കും കയറി നിൽക്കാം. ഇവിടെ കണ്ടിട്ട് ഇതൊക്കെ തന്നെ. ഇത് ഒരു പ്രൊമോഷൻ കിട്ടുമ്പോ കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്. പ്രൊമോഷൻ ഇല്ല. ഞാൻ ചാടി കയറി. എന്തുകൊണ്ട് വിജയിപ്പിക്കണം? നീ എന്താ ഈ നാടിന് ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ സ്കൂളിന് വേണ്ടി നാടിന് വേണ്ടി ഒച്ചത്തിൽ പറയാ സത്തമാ. നിങ്ങൾ എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഷീറ്റ് മാറ്റി തരാം. ആ ബിൽഡിംഗ് പണി തെന്നുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോ ആലോചിക്കും എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിജയിപ്പിക്കണം. നിങ്ങൾ എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സ്കൂളിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു തരുന്നത്. നമ്മൾ മേലിൽ സംസാരിച്ച് 3 കോടി രൂപ. 3 കോടിയോ? ഇതിനാ? 3 കോടി ഇതിനാ? പ്രഭാഷണം നടത്താൻ കുഞ്ഞിനെ 2 കൂടുതൽ പറഞ്ഞ ഇടിയ കല്ലൂർക്ക് അറിയും. നമുക്ക് ഒരു ദിവസം മന്തി ഉണ്ടാക്കാം അല്ലേ? മന്തി ഉണ്ടാക്കണം. മൈ ഗോഡ്, യമണ്ടം പ്ലാൻസ് ഒക്കെയാണ്. വെള്ളം നടന്ന സത്യം. നമ്മളൊക്കെ ഉണ്ടാക്കുന്ന കഞ്ഞിമേറോ വായൊക്കെ കൊള്ളു. അവിടെ എന്താ എന്താ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. കുട്ടിപ്പിള്ളർ സ്പോട്ടഡ്. പേരെന്താ? കണ്ണു നോക്കി. പണ്ടി തല്ലിട്ട് നടന്നല്ലേ. ഇത് മാമി, അത് ആന്റി, ഇത് ചേച്ചി. ഒരാളെ തത്തി തത്തി നടക്കുന്ന കാണുന്ന പാവ ആര്യ. ഓട്ടെ സാരില്ല, എന്നാലും എന്തെങ്കിലും ഫുഡ് മേടിച്ചു തരായിരുന്നു. രാത്രി സെറ്റ് കുറച്ചേരം ഒറ്റയ്ക്ക് കിടക്കാം. ഇവിടെ ഫുള്ള് നമുക്ക് ചുറ്റി കാണാം കേട്ടോ. എന്തൊക്കെയോ ഉണ്ട്. എല്ലാം എന്താന്നൊക്കെ നോക്കട്ടെ. അതിലെയാണ് കയറി വന്നത്. പക്ഷെ ഇത് ഇത്രയും വലിയ സ്കൂളാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തോ വീട് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കട്ടെ എന്താണ്. ഇവിടെ ആരുടെയൊക്കെ സൗണ്ട് ഉണ്ട്. ഹലോ, കണ്ടപ്പോ ഒരു വീട് ചുമ്മാ ഒന്ന് കയറിയതാ. കണ്ട് ഇവരെല്ലാരും ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് മാഞ്ഞു പോയി. നിങ്ങൾ എവിടെ പോയി? ഞാൻ വിചാരിച്ചു ഓ മൈ ഗോഡ്, വ്യൂ 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 വ്യൂ. അല്ലാണ്ട് ഇത് കിട്ടണ്ടേ പാടം. ഇത്രയും ദാക്ഷണ്യവും ഇല്ലാത്ത വീഡിയോസ് ആണ് എന്റേത്. ഞാൻ പറഞ്ഞ മന്തി വേണം കേട്ടോ. ഒരു ചുമ്മാതാണ് വെറുതെ. ഇന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറ്റോ? അത്രേ ഉള്ളൂ. അല്ല, ഫുഡ് ടേസ്റ്റ് ചെയ്തതല്ല, അത് ഞാൻ പറയാ. അങ്ങനെയല്ല, മോശം പറയാൻ പോകുമ്പോ അടി കൂടെ 200 അടുത്ത 200 ഗീവേ പോലെ. ഒരു കടയിൽ കയറി ഫുഡ് കഴിച്ച് അല്ല, അത് ബ്ലോഗിൽ പറയണോ? എന്നിട്ട് ഇവിടെ എന്താക്കി? ഫുഡ് കൊള്ളൂല. അവിടെ നിന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇവള് വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് കമന്റ് ഇട്ട്. നിനക്ക് എങ്ങനെ അറിയാം? ചെയ്തില്ലേ നീ? നിനക്കെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞാണോ? ഞാൻ 2-3 പേരോട് പറഞ്ഞായിരുന്നു. നിന്നോടാണോ പറഞ്ഞേ? ഈ 2-3 പേരോട്
പറയാം ഈ സൗണ്ടില് ബസ് ഇരിക്കും അതെ ഇങ്ങനെ 2-3 പേരുടെ ഉറങ്ങിയിരിക്കുന്നത് ഞങ്ങള് കേട്ടിട്ടുണ്ട്. ഒരു രഹസ്യം പറയാം അതേ ഒറ്റ പറഞ്ഞില്ല മുതല് പോയാ പറ്റി ഹലോ ഒരു ഹായ് തരാവോ ഹായ് 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 എന്നെ അനുസരിക്കുന്ന പിള്ളേര്. നമുക്ക് ഒന്നുകൂടെ തുടങ്ങാം, അതായിരിക്കും നല്ലത്. നല്ല ബേസ് ഉണ്ടെങ്കിലേ നല്ലൊരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവരവിടെ എന്തോ കളിക്കാണ്. ടാറ്റാ. ഫ്ലൈങ് കിസ് ഒക്കെ കൊടുക്കുന്നത്. ആ കൊച്ചിന്റെ കടലമുട്ടായി അടിച്ചു മാറ്റാൻ വേണ്ടി നിനക്ക് അവള് ഫ്ലൈങ് കിസ് കൊടുക്കുക. വ്യൂ 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 വ്യൂ. പാലയിൽ എന്തോ കേറി തോന്നലായിരിക്കും എന്ന് നോക്കാം. ഇതിന്റെ വീഡിയോ കഴിയുമ്പോഴേക്ക് ഗവൺമെന്റിന്റെ ആനുകൂല്യം കിട്ടിക്കോളും ഇവിടെ പണ്ട്. എല്ലാത്തിനും തെളിവുണ്ട് കേട്ടോ. വിളിച്ചപ്പോ തർക്കിച്ചേ ഉള്ളൂ. പറ്റേ ഒരാള് ക്യാമ്പി സെറ്റ് ഇല്ല സെറ്റ് ഉറപ്പായിട്ട് സെറ്റ് ആയിരിക്കും. കഴിഞ്ഞ വർഷം ഇതേ ഡയലോഗും പറയാൻ ഞങ്ങള് ക്യാമ്പി അപ്പൊ നീ സെറ്റ് ആവുന്ന ഉദ്ദേശിച്ചേ. അതെ നമുക്ക് നോക്കാം ഈ ക്യാമ്പ് കഴിയുമ്പം ആരും സെറ്റ് ആകുമോ ഇല്ലയോ എന്ന്. ആരും സെറ്റ് ആയില്ല. പോയല്ലേ ആ ഞാൻ ജീവിതകാര്യം മൊത്തം കന്യക ആയിരിക്കുന്ന നല്ലത്. കയ്യിലൊക്കെ പിടിച്ചിട്ട് ഫസ്റ്റ് പോക്കുന്നുണ്ടാവും. കുറച്ച് ഡൗൺ ആണ് നമ്മള് നൈറ്റത്തേക്ക് ആക്റ്റീവ്. എന്നെ പറ്റി അല്ല അങ്ങനല്ല സെറ്റ് ആക്കാണോ ഇല്ല. എന്നാടാ വിശക്കുന്നുണ്ടോ? ഫുഡ് കഴിക്കാനായിട്ടാണോ? ഫുഡ് കഴിക്കാനായിട്ടാണോ? ഗൈസ് ഇവൻ ഇങ്ങനല്ല ഗൈസ്, ഇവൻ രാത്രി സെറ്റ് ആവും എന്നാണ് പറയുന്നത്. അല്ല എന്നെ പറ്റിയടാ നാശനഷ്ടം. ഈ കമ്പി എപ്പോഴാ വാർക്കുന്നത്? ആഷിക്കേ റേഞ്ച് പോയാ പിന്നെ എന്താടാ മിണ്ടായിരിക്കുന്നേ? വിശക്കുന്നുണ്ടല്ലേ? എനിക്കും അതെ. സമാധാനം. പൊക്കത്താരാ? കാണാത്ത ലോകത്ത് ചെന്ന പോലെ മറ്റേ സാധനം ഞാൻ കാണിക്കാം. ഇതെന്താ പറ്റിയല്ലേ? ചുമ്മാ വെച്ചതായിരിക്കുമല്ലേ? നമ്മളെല്ലാത്തിലും വൈബാക്കും. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തോരനും ഫിഷ് ഫ്രൈ ഉണ്ട്. ഇത് നമ്മുടെ മറ്റേ തോരൻ മുട്ടയും കഴിച്ചിട്ട് വരാം. 2 വാഴകൾ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ 9 മണിയായപ്പോൾ തൊട്ട് ഇപ്പെന്ന് പറയുന്നതാണ്. എന്ത് വാട ഇത്? ഇതിന് വ്ളോഗ് ഉണ്ട്. നമുക്ക് ചെടിച്ചട്ടി അടി വെച്ചു. It's better for safe and secure. That's because where are you eating? നീ ഇതിന്റെ അകത്തിരുന്ന് പുറത്തിട്ട് വന്നാണോ അതോ ഇത് ഇങ്ങനെയാണോ? എടാ ഇതിലൊക്കെ ചെളി പിടിച്ചടാ. പിന്നെ മഴയത്ത് വരുമ്പോ പിന്നെ It's so risky. And I swear. ഇതാണോ നിങ്ങളെ പൈസ ഇല്ലാന്ന് പറഞ്ഞത്? ഇല്ല, ബാങ്ക്രപ്റ്റഡ്. 3 റുപ്പി ബാക്കി. നിങ്ങൾ ചോറുണ്ടെന്നില്ലേ? അതെടുത്തു വന്ന് കഴിക്കുന്ന.
ഏത് വണ്ടി? ദാറ്റ് വണ്ടി. My chore is in Mrs. car. മിസ്സിന്റെ കാർ നിഹാൽ കൊണ്ടുപോയി. Then what should we do? ഇതൊക്കെ ആരൊക്കെയാ? നിങ്ങളൊന്നും കണ്ടില്ല. ചോറിന്റെ തിരക്കുകൾ. എടാ ഒരു കുഴപ്പമില്ല, നന്നായിട്ടായിരിക്കുന്നത്. നീ ഹെൽമെറ്റ് വെച്ചായിരുന്നോ? അതുകൊണ്ടാ. പാട്ട പോയി വരികയായിരിക്കും. എന്താണ് പറയാനുള്ളത്? പക്ഷെ എനിക്കൊന്നും പറയാനില്ല. വയറൊക്കെ വീർത്ത് നടക്കാൻ മേലാണ്ടായിട്ടിരിക്കുവാണ്. അതിനെ കുറെ തിന്നോ? കൊറേ തിന്ന്. ഇനി ഫുഡ് വരാൻ കടക്കുന്നേ ഉള്ളൂ. 10-20 പുതിയും കണ്ടാ പറഞ്ഞേക്കണേ. ഇത്ര നേരം ഇവിടെ ഫുഡില്ലായിരുന്നു, ഇപ്പഴാ ഫുഡ് എല്ലാം ഞങ്ങളെ അല്ലടാ. I got to poo from that പൂക്കളം. അഗാധമായ വടംവലിയിൽ ഗൗതത്തിന് സംഭവിച്ച സംഭവമാണ്. ഇപ്പൊ ഗെയിംസ് തുടങ്ങാം. ട്രഷർ ഹണ്ട് ഇവിടെ വലിയ സംഭവം വെച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കുക. എന്നെ വെച്ചേക്കുന്നത് പെട്ടെന്ന് കണ്ട കണ്ണി പിടിക്കും. സൂര്യയാണ്. സൂര്യല്ല, വേറൊരു സാധനം ഇവിടെ തന്നെ ഉണ്ട്. ഇത്ര എന്ത് കഴിക്കാൻ പറ്റുന്ന സാധനമാണോ? കഴിക്കാൻ പറ്റുന്ന ഞാൻ കണ്ടുപിടിക്കാം. എട മണ്ട. പറഞ്ഞാല് ഹായ് ഹലോ അതെ അതിങ്ങ അന്ന് ഒന്ന് തരൂ. സോറി, ഐ ഗോട്ട് ദ ക്യാപ്പ്. മാറങ്ങോട്ട്. സൂര്യന്റെ കാല് ഡ്രസ് ചെയ്യാൻ പോവാണ്. സൂര്യന്റെ കാല് എന്താണ് മതിൽ വലിഞ്ഞു കയറി, കക്കൂസ് കയറി മുറിഞ്ഞു. നീ അസിസ്റ്റന്റ്. എന്റെ കാല് കോച്ചുന്നുണ്ടോന്നൊരു സംശയം. ഇങ്ങോട്ടൊക്കെ പോവാറില്ല, നേരെ ഇരിക്കുന്നില്ല. വേദന ഉണ്ടോ? ഉള്ളിൽ തേക്കണം ഈ മരുന്ന്. എടാ തുറക്കുമ്പോ ഇല്ലേ ആ കത്രി വെച്ച് ഇതങ്ങ് പൊളിച്ചെടുക്കാൻ പറ്റും. ഏത് കത്രിയാ? നെയിൽ കട്ടർ ഉണ്ടോ? എനിക്ക് സമയം തരുമോ? ഞാൻ ഈ പരിപാടി കുറച്ച് അടങ്ങിയത്. പ്രശ്നമില്ല, ഞാൻ പറയണത്. എടാ തൊലി ചെത്താൻ നെയിൽ കട്ടർ ഉണ്ടോ? അവിടെ കൊണ്ടിട്ട് നീ പടക്കാതെ. ഇല്ല ആര് നീ കൊല്ലണ്ട. നിനക്ക് ഈ കാല് വേണം എടുത്ത് ഓടിക്കോട്ടെ ഇവിടുന്ന്. ഞാൻ ജസ്റ്റ് പൊളയ്ക്കുമ്പോ ആ സാധനം പൊളന്നങ്ങ് പോയാ എന്നെ ചെയ്യും. അങ്ങനൊന്നും പോകുന്ന കേസല്ലേ നീ പറയണേ. മനുഷ്യന്റെ ശരീരം ഇത് അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല. എനിക്കിത് പൊളയത്തില്ല അങ്ങനെ. എത്ര പേരും ഇത് ഞാൻ മരുന്നൊന്നും കേറിയിട്ടില്ല. പിന്നെ ഈ മരുന്ന് അങ്ങോട്ട് പോയി. ഇത്ര നീ വിട്ടോ. ചോര വല്ലതും ആണോ ഇവിടെ? അല്ലല്ല, നീ കാലം തൊട്ടെ. ഞാൻ കാലം കണ്ടോളൂ. എന്നാടി കാണിച്ചു പുറത്തു